വെള്ളിയാഴ്ച രാവാണിന്ന്, നാളെ പകൽ വരികയാണ്. ഈ സമയത്ത് നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാറുണ്ടല്ലോ. വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ നമ്മൾ മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതലായി ചിലപ്പോൾ സ്വലാത്ത് ചൊല്ലാറുണ്ട്, ദിക്ർ പറയാറുണ്ട്, അതുപോലെ തന്നെ സ്വതക്കകൾ കൊടുക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കാറുണ്ട്. ഇന്ന് അങ്ങനെ അധികരിപ്പിക്കുന്ന ആളുകൾക്കും അല്ലാത്തവർക്കും ഉപകാരപ്പെടുന്ന ഒരു സ്വലാത്താണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും ഇത് കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള ഒരു സ്വലാത്താണ്, ചൊല്ലിയിട്ടുള്ള സ്വലാത്താണ്. പക്ഷേ ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന 7 പ്രതിഫലങ്ങളുണ്ട്. ആ പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കി ഈ സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത്, ഈ സ്വലാത്തിൻ്റെ അർത്ഥം എന്താണ്, ഇതെപ്പോഴാണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് എന്നെല്ലാം നമുക്ക് ഇന്നത്തെ ഈ പഠന ക്ലാസ്സിൽ പഠിച്ചെടുക്കാം. ഇനി പറയാൻ പോകുന്ന ഒരു സ്വലാത്ത്, ആ സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ 1000 പ്രഭാതങ്ങളിൽ 70 മലക്കുകൾ വീതം അവനിക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ച അമൂല്യമായ നിധിയാകുന്ന ഈ സ്വലാത്ത് എപ്പോഴാണ് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന വിശദമായ ചർച്ചയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവസാനം വരെ കാണണേ, മറന്നു പോകരുത് ഇത് ഷെയർ ചെയ്യാൻ. ഈ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അള്ളാഹുലേക്ക് നമുക്ക് ദുആരക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതാണ് ഈ സ്വലാത്ത്, ഇതെപ്പോഴാണ് ചൊല്ലേണ്ടത്, വിശദമായി ഇൻഷാ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എല്ലാവിധത്തിലുള്ള ഖൈറുകളും ബറക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസുലാക്കുമാറാവട്ടെ. ഒരുപാട് പേര് രോഗങ്ങളായി ബന്ധപ്പെട്ട് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്, മറ്റ് കടങ്ങളായി, അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല അവരുടെയും നമ്മുടെയും എല്ലാ പ്രയാസഘട്ടങ്ങളും മാറ്റി സുഖവും സന്തോഷവും പ്രദാനിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വെള്ളിയാഴ്ച രാവാണ്, നാളെ പകൽ വരികയാണ്. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണിന്ന്, നാളെ പകൽ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ പെട്ട ഒരു അനുഗ്രഹമാണ് സ്വലാത്ത് ചൊല്ലാനുള്ള വലിയൊരു സൗഭാഗ്യം. വേറെ ഒരു ഉമ്മത്തിനും ഇത്തരത്തിൽ സ്വലാത്തുകൾ ചൊല്ലിയാൽ കൂലികൾ കിട്ടുന്ന ഒരു അമലും മുൻകാലങ്ങളിലുണ്ടായിരുന്ന സമുദായത്തിന് അല്ലാഹു തആല കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളിലും സ്വലാത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് എന്ത് പറയുന്നു, നമ്മൾ സ്വലാത്ത് പറയുന്നു. ദുആ ചെയ്തതിന് ശേഷവും നമ്മൾ സ്വലാത്ത് പറയുന്നു. നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നമ്മൾ സ്വലാത്ത് പറയാൻ നമുക്ക് നിർബന്ധമാണ് നിസ്കാരത്തിൽ, അല്ലേ? അല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. അപ്പോൾ ഏത് ഇബാദത്ത് എടുത്തു നോക്കിയാലും നമുക്ക് അതിലൊക്കെ എന്താണ്, സ്വലാത്ത് ചൊല്ലിയാലാണ് അതിൻ്റെ പരിപൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും നാളത്തെ പകലിലും ഒക്കെ ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട അമലുകളിൽ പെട്ട ഒരു അമലാണ്. ഇതെല്ലാ ആഴ്ചയും നമ്മൾ പറയുന്നതാണ്, എന്നാലും ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അതിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, സ്വലാത്ത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് ചില സമയങ്ങളിൽ നമ്മുടെ ആത്മീയമായ ഗുരുവിൻ്റെ അധ്യാപകൻ്റെ സ്ഥാനത്ത് നിൽക്കുമെന്നാണ്. ഒരു ഉസ്താദ്, ഒരു അധ്യാപകൻ, ഒരു ഗുരു, ഒരു മാഷ് എന്നൊക്കെ പറഞ്ഞാൽ ആരാ? നമ്മളെ തെറ്റിൽ നിന്നും നന്മയിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ്. തെറ്റിനെ തെറ്റാണെന്നും ശരിയായതിനെ ശരിയാണെന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആളാണ് നമ്മുടെ ഗുരുനാഥൻ. അതുപോലെ തെറ്റ് ചെയ്യരുതെന്നും ശരിയാണ് ചെയ്യേണ്ടതെന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആളാണ് നമ്മുടെ അധ്യാപകൻ. അതുപോലെ തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട് എന്നും അതുപോലെ നന്മ ചെയ്താൽ കൂലിയുണ്ട് എന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആളുകളാണ് നമ്മുടെ അധ്യാപകന്മാർ. ഇതുപോലെ തെറ്റിൽ നിന്നും നമ്മളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയുടെ റോളാണ് ചില സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്.
ചില സമയങ്ങളിൽ നമ്മൾ തെറ്റ് ചെയ്യാൻ ഇങ്ങനെ വെമ്പുന്ന സമയത്ത് നമ്മളെ ആരോ പിടിച്ചു മാറ്റുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നമ്മൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാരാണ്? മഹാന്മാരായ പണ്ഡിതന്മാർ അവർ എഴുതി വെക്കുകയാണ്. കാരണം സ്വലാത്തിന് അത്രമാത്രം കഴിവുണ്ട്. ഇത് നമ്മൾ വെറുതെ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് കൂലി കിട്ടും, അത് മാത്രമല്ല ഒരുപാട് നമ്മളെ സംസ്കരിക്കാൻ, നമ്മുടെ തസ്കിയത്ത് നടത്താൻ, നമ്മളെ സംസ്കരിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു അമൂല്യമായ നിധിയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്വലാത്തിനെ പറ്റിയാണ്. ഏതാണ് ആ സ്വലാത്ത്? മഹാനായ ഷെയ്ഖ് യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനാൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് അദ്ദേഹം സദാസമയം ഈ സ്വലാത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുകയും അദ്ദേഹം ചൊല്ലുന്നതും ചൊല്ലാത്തതുമായ സ്വലാത്തുകളൊക്കെ ഒരു കിതാബിലേക്ക് എഴുതിയിട്ട് ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ ഓരോന്നിങ്ങനെ എഴുതി വെക്കുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു മഹാനായ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ ഒരു കിതാബിൻ്റെ പേരാണ് അഫ്ളലുസ് സ്വലവാത്ത്. അതായത് സ്വലാത്തുകളുടെ ഒരു സമാഹാരം തന്നെ ആ കിതാബിൽ മഹാൻവരകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു സ്വലാത്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത്. ആ സ്വലാത്ത് ചൊല്ലിയാലുള്ള നേട്ടങ്ങൾ എന്താണെന്നറിയോ? സ്വലാത്ത് ചൊല്ലിയാലുള്ള നേട്ടങ്ങൾ ഒരുപാടുണ്ട്. അതിൽ മഹാനായ യൂസുഫ് നബഹാനി തങ്ങൾ പറയുന്നു, ഇനി പറയാൻ പോകുന്ന ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ അത് ചൊല്ലുന്ന ആൾ നന്നാകുമെന്നാൽ, ചൊല്ലുന്ന ആളെ നന്നാക്കാൻ കഴിവുള്ള സ്വലാത്താണ് ഇനി പറയാൻ പോകുന്ന സ്വലാത്ത്. നന്നാക്കുക എന്ന് പറഞ്ഞാൽ പല രൂപത്തിലാണ്. ചിലപ്പോൾ അയാളുടെ സാമ്പത്തികമായ ഭാഗം നന്നാവലാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്നാവലാവാം, അല്ലെങ്കിൽ അയാളുടെ ശാരീരികമായ പ്രയാസങ്ങൾ മാറി രോഗങ്ങൾ മാറിയിട്ടുള്ള നന്നാവലാവാം, അല്ലെങ്കിൽ കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടലാവാം, അല്ലെങ്കിൽ സ്വഭാവം നന്നാവലാവാം, അല്ലെങ്കിൽ പാപങ്ങളില്ലാത്ത നല്ലൊരു ജീവിതം അള്ളാഹു കൊടുക്കലാവാം. അപ്പോൾ ചൊല്ലുന്ന ആളെ നന്നാക്കുന്ന സ്വലാത്താണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അതാണ് ഒന്നാമത്തെ ഗുണം. എന്ത്? ഈ സ്വലാത്ത് ചൊല്ലുന്നവൻ നന്നാകും. അതേതാണോ ആ രൂപത്തിൽ നന്നാകും. രണ്ടാമത്തേത്, ഈ സ്വലാത്ത് ചൊല്ലിയവനും അതുപോലെ തന്നെ ഈ ചൊല്ലിയവൻ്റെ മാതാപിതാക്കൾക്കും, ചിലപ്പോൾ ആ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരാവാം, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരാവാം, ഈ ചൊല്ലിയ ആൾക്കും ചൊല്ലുന്ന ആളുടെ മാതാപിതാക്കൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനും ലോകത്തുണ്ടാവില്ല, അല്ലെ? എല്ലാവരും ഉണ്ടാകും. എല്ലാവരും എന്തെങ്കിലും അബദ്ധം പറ്റിയവരായിരിക്കും, പ്രവാചകന്മാരൊഴികെ. അപ്പോൾ പ്രവാചകന്മാരൊഴികെ ബാക്കിയുള്ള മനുഷ്യരായ നമ്മളൊക്കെ ചെയ്തു പോകുന്ന തെറ്റുകൾ എന്ത് തന്നെയാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ ഖലാഉ പോലെ അത് അള്ളാഹു നമുക്ക് പുറത്തു തരാൻ കെൽപ്പുള്ള ഒരു സ്വലാത്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗുഫിറ ലഹു വലിവാലിദിഹി എന്നാണ്. അപ്പം ഞാൻ ഈ സ്വലാത്ത് ചൊല്ലിയാൽ എൻ്റെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരും. അത് മാത്രമല്ല, എൻ്റെ മാതാപിതാക്കളുടെ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹു തആല ഇത് ചൊല്ലാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമത്തെ പ്രത്യേകത, ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു തവണ ചൊല്ലിയാൽ 1000 പ്രഭാതങ്ങളിൽ 70 മലക്കുകൾ വീതം ഈ മനുഷ്യന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്നും മഹാനായ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. യാ അല്ലാഹ്, 1000 പ്രഭാതങ്ങളിൽ 70 മലക്കുകൾ അവനിക്ക് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യും. ഇതെന്താ പ്രതിഫലം, അല്ലെ? അതിൻ്റെ കണക്ക് എത്ര പറഞ്ഞാലും തീരില്ല. നാലാമത്തേതോ, ഒരു മനുഷ്യൻ ഈ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഫഖദ് ഫതഹ അലാ 70 ബാബൻ മിനർ റഹ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് ചൊല്ലുമ്പോൾ 70 കാരുണ്യത്തിൻ്റെ, വലിയ സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ബറക്കത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുമെന്നാണ്. വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായി വെള്ളിയാഴ്ച രാവിലും നാളത്തെ വെള്ളിയാഴ്ച പകലിൽ മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് ചൊല്ലാൻ പറ്റിയ സ്വലാത്താണ്. അഞ്ചാമത്തേത്, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ സ്വലാത്ത് ചൊല്ലിയവനെ പറ്റിയുള്ള നല്ല വിചാരമുണ്ടാകുമെന്ന്. ഇപ്പം ഞാൻ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മറ്റ് ജനങ്ങളുടെ മനസ്സിൽ എന്നെപ്പറ്റി നല്ല കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചൊല്ലുന്ന ഈ സ്വലാത്ത് കാരണം നമുക്ക് നന്നാവാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ള ജനങ്ങളുടെ മനസ്സിൽ നമ്മെ പറ്റിയുള്ള നല്ല ചിന്തയുണ്ടാകുമെന്നാണ്. തീർന്നോ? ഇല്ല. ആറാമതായി മഹാനവകൾ പറയുന്നു, നമ്മുടെ മുന്നിൽ ശത്രുക്കൾ പരാജയം, ചിലപ്പോൾ നമ്മളെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി വരികയായി ഈ സ്വലാത്ത് ചൊല്ലിയവനാണെങ്കിൽ
അവനിക്ക് എന്തോ ഒരു നമ്മളോട് അടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വലിയ കാവൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്കുണ്ടാകുമെന്നാണ്. ഏഴാമത്തേത്, 7 ആഴ്ച ഒരു മനുഷ്യൻ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവനിക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റുമെന്നാണ്. ഒരിക്കൽ ഒരു സ്വഹാബി വന്നു. ആ സ്വഹാബി വന്നത് ഷാമിൽ നിന്നാണ്, സിറിയയിൽ നിന്നാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് നബിയെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തെന്നറിയോ, എൻ്റെ വാപ്പക്ക് കണ്ണിന് കാഴ്ചയില്ല. എൻ്റെ വാപ്പക്ക് കണ്ണിന് കാഴ്ചയില്ല, അതുപോലെ നടക്കാനും പറ്റില്ല. പക്ഷെ താങ്കളെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ വാപ്പക്ക് യാത്ര ചെയ്യാനും പറ്റില്ല, കണ്ണും കാണാൻ പറ്റില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, 7 ആഴ്ച നിങ്ങളുടെ വാപ്പയോട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലാൻ പറയണേ. അപ്പോൾ ആ സ്വലാത്ത് ആ ഒരു സ്വഹാബി തൻ്റെ വാപ്പക്ക് പോയി പറഞ്ഞു കൊടുത്തു. 7 ആഴ്ച ആ പിതാവ് ഇങ്ങനെ തുടർച്ചയായി ചൊല്ലുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. അപ്പോൾ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന സ്വലാത്ത് നമ്മൾ സാധാരണ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അപ്പോൾ ആ മുഹമ്മദ് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നബി തങ്ങളുടെ പേരിൽ വീണ്ടും സ്വലാത്ത് ചൊല്ലുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഒരു സ്വലാത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗത്ത് നിന്നും കിട്ടുന്ന പ്രതിഫലമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. എന്താ കിട്ടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ പറ്റുമെന്നാണ്. ഈ സ്വഹാബിയുടെ വാപ്പ 7 ആഴ്ച ഇങ്ങനെ തുടർച്ചയായി ചൊല്ലുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ അദ്ദേഹം കാണുകയും മുസാഫഹ ചെയ്തു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൻ്റെ കിതാബുകളിൽ കാണുവാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ദിവസവും ഇനി വരുന്ന ദിവസങ്ങളിലും നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു സ്വലാത്തിൻ്റെ പ്രതിഫലമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വലാത്ത് നമുക്ക് അറിയാവുന്നതാണ്. അത് നമ്മൾ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ ബാക്കി നമ്മൾ മുമ്പ് പറഞ്ഞ ആ പ്രതിഫലങ്ങളൊക്കെ കിട്ടാൻ ഇനി ഒരു സ്വലാത്ത് പറഞ്ഞു തരുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് താഴെ ആ സ്വലാത്ത് കാണാൻ പറ്റും. നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് പലപ്പോഴും നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതുമാണ്. എന്നാലും ഇൻഷാ അല്ലാഹ് ഈ ഒരു റജബ് മാസത്തിൻ്റെ ശ്രേഷ്ഠതയൊക്കെ മനസ്സിലാക്കി ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ഈ സ്വലാത്ത് ചൊല്ലാൻ പറ്റിയാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വമ്പൻ പ്രതിഫലങ്ങളാണ് കിട്ടാൻ പോകുന്നത്. ഏതാണ് ആ സ്വലാത്ത്? നമുക്ക് ഒന്നിച്ചൊന്ന് ചൊല്ലാം. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വ അഅതി മുഹമ്മദൻ അദ്ദറജത വൽ വസീലത ഫിൽ ജന്ന. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ അജ്സി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഹുവ അഹ്ലുഹു, അല്ലെങ്കിൽ മാ ഹുവ അഹ്ലു എന്നും പറയാം. ഒന്നുകൂടി നമുക്ക് ചൊല്ലിയാലോ? അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വ അഅതി മുഹമ്മദൻ അദ്ദറജത വൽ വസീലത ഫിൽ ജന്ന. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ അജ്സി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഹുവ അഹ്ലുഹു. നമുക്ക് അതിൻ്റെ അർത്ഥം എന്താന്ന് നോക്കിയാലോ? അല്ലാഹുമ്മ, അല്ലാഹുവേ, യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷിതാവായ അല്ലാഹ്, സൊല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ, അല്ലാഹുവേ മുത്തു റസൂലിൻ്റെ പേരിലും ആ റസൂലിൻ്റെ അവിടുത്തെ കുടുംബത്തിൻ്റെ പേരിലും നീ സ്വലാത്ത് കൊടുക്കണേ അല്ലാ, രക്ഷ കൊടുക്കണേ, ഗുണം കൊടുക്കണേ. വ അഅതി മുഹമ്മദൻ, അല്ലാഹുവേ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ കൊടുക്കണം അദ്ദറജത വൽ വസീലത ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ വസീലത്ത് എന്ന് പറയുന്ന ഉന്നതമായ പദവിയാണ്, അത് നീ കൊടുക്കണേ അല്ലാ. വീണ്ടും പറയുന്നു, അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ അജ്സി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഹുവ അഹ്ലുഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും അല്ലാഹുവേ നീ എന്താണോ വിധിച്ചിട്ടുള്ളത്, നബിതങ്ങൾക്ക് എന്താണോ നീ വിധിച്ചിട്ടുള്ളത്, ആ വിധിച്ചത് മുഴുവനും നബിതങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനൊക്കെ നീ ഓശാരമായി, ഗുണമായി, രക്ഷയായി, സമാധാനമായി കൊടുക്കണേ അല്ലാ എന്നൊക്കെയാണ് ഈ സ്വലാത്തിൻ്റെ ഏകദേശ അർത്ഥം. വമ്പൻ പ്രതിഫലമുള്ള സ്വലാത്താണ് ഇത്. ഇത്രയും ദീർഘമുള്ളത് കൊണ്ടാണ് ഈ സ്വലാത്തിന് ഇത്രമാത്രം പ്രത്യേകതയുള്ളത്. ഒന്നുകൂടി നമുക്ക് സ്വലാത്ത് ചൊല്ലിയാലോ? എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കേ. اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة
അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ അജ്സി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഹുവ അഹ്ലുഹു, അല്ലെങ്കിൽ മാ ഹുവ അഹ്ലുഹു എന്നും പറയാം. അപ്പോൾ ഈ സ്വലാത്തിന് വമ്പൻ പ്രതിഫലമാണുള്ളത്, വലിയ ശ്രേഷ്ഠതയാണുള്ളത്. ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യുക, നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ മാറാൻ, പ്രശ്നങ്ങൾ മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്ത് ചൊല്ലൽ ഒരു കാരണമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് നമ്മളോട് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്, പലവിധ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികൾ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും അല്ലാഹു മാറ്റി സുഖവും സന്തോഷവും പ്രദാനിക്കുമാറാവട്ടെ. ലോക മുസൽമാൻ അല്ലാഹു ഇസ്സത്ത് പ്രദാനിക്കുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ആ ഹിദായത്ത് പടച്ചവൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ശക്തി അല്ലാഹു തആല ക്ഷയിപ്പിച്ച് കളയട്ടെ എന്നൊക്കെയാണ് നമുക്ക് ദ്വാരക്കാൻ പറ്റുക, അല്ലേ? അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.